ഹലോ. അപ്പോൾ ഇന്ന് ഡേ 6 ഓഫ് 365 ഡേയ്സ്. സാധാരണ എല്ലാവരെ പോലെ തന്നെ മടിയും കഷ്ടപ്പെടാൻ മേലാഴികയും ഉഴപ്പും എല്ലാം ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആദ്യമേയൊക്കെ വലിയ എഫേർട്ട് ഇട്ട് നിൽക്കുകയും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ എഫേർട്ട് ഇടാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അത് പതുക്കെ വിട്ട് കളയുകയും ചെയ്യുകയായിരുന്നു പതിവ്. അപ്പോൾ ഈ വർഷം ഞാൻ ഓരോ തീരുമാനം എടുത്താലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നതിനാണ് സാധ്യത എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. സോ ഞാൻ ജസ്റ്റ് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോന്നിയ ആ നിമിഷം തന്നെ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത്. വേറെ ഒന്നുമല്ല, കുറച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് അതിൽ നിന്ന് മാറിപ്പോകാനാണ് സാധ്യത. ഒരു ലക്ഷ്യം ഇതായിരുന്നു, എപ്പോഴത്തേം പോലെ ആവാൻ പാടില്ല. ഞാൻ ആദ്യം ചിന്തിച്ചത് ഞാനെപ്പോഴും എല്ലാത്തിൽ നിന്നും പകുതിയാകുമ്പോൾ വിട്ട് കളയാറാണല്ലോ പതിവ്. അപ്പോൾ ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 365 ഡേ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം പോസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാനപ്പം ഫോഴ്സ്ഫുള്ളി ഞാൻ എൻ്റെ കാര്യവും ചെയ്യും എന്ന കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് തോന്നൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് വീഡിയോ അങ്ങ് ഞാൻ ചടിക്കറി പോസ്റ്റ് ചെയ്തത്. എന്തായാലും അടുത്ത ദിവസത്തേതും ഇടേണ്ടതായിട്ട് വരുമല്ലോ. എന്തൊക്കെ ചെയ്താലും നമ്മൾ പഴയ നമ്മളിൽ നിന്ന് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മടിയും കാര്യങ്ങളും ഉഴപ്പും ഒക്കെ എന്നിലിപ്പോൾ തന്നെ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഓരോരോ കൊച്ചു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ അറിയാതെ. അതൊരു പ്രയോജനമാണ്. പക്ഷേ ഞാനീ ഭയങ്കര മടിയനും കുഴപ്പനുമൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യം ഭയങ്കര ഓർമ്മലും ആവുന്നുമുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതായത് ഒരു പ്ലാനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ കരുതി കൂട്ട് ഒരു പ്ലാനോടെ മുന്നോട്ട് പോകാമെന്ന് കരുതി. ഓരോ കാര്യം ലിസ്റ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം മുന്നോട്ട് പോകാമെന്ന് കരുതി. സാധാരണ ദിവസം എന്നും എന്താ സംഭവിക്കാറെന്ന് വെച്ചാൽ നോർമൽ പോലെ ഇങ്ങനെ മുൻപോട്ട് പോകും. പക്ഷേ ഈ എന്തെങ്കിലും ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഇന്ന് ഇത് ചെയ്യാം, അതങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പ്ലാനൊന്നുമില്ല. അപ്പോൾ ഈ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങ് രാത്രിയാവുമ്പോഴും നമ്മൾ കാര്യങ്ങൾ അന്നത്തെ എന്താ ചെയ്യേണ്ട ഇങ്ങനെ ആ ഒരു ചിന്ത ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി ഒരിതരും. അപ്പം ഞാൻ കരുതി ആ സാധനം നേരത്തെ ചിന്തിക്കാൻ ഒക്കുമെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളത്രയും കൂളായിട്ടിരിക്കുമല്ലോ, നമുക്ക് അടുത്ത ദിവസം ചെയ്യുകയും ചെയ്യാം. അപ്പം നേരത്തെ ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കണമെന്ന് തോന്നി. അങ്ങനെ മാറ്റി വെച്ചാൽ അടുത്ത ദിവസം സ്മൂത്തായിട്ട് പോയിക്കോളുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിർത്തിയാലും ഞാൻ പണ്ടത്തെ ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിർത്തുന്നില്ല എന്ന് കരുതി, അത് മാനേജ് ചെയ്യാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഇപ്പോൾ 365 ദിവസമില്ലേ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് സ്റ്റെപ്പ് വെച്ചാൽ തന്നെ അത്രയും 365 ദിവസം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാതിരിക്കത്തില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ തുടരാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് പ്രയോജനമാകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ദിവസം മുന്നെയോ അല്ലെ അന്നത്തെ ദിവസം രാവിലെയോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇരുന്നത് ഓവർവെൽമാവാതെ നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് അതാണ്. നാളെ തൊട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനിന്ന് എനിക്ക് മനസ്സിലായ വേറെ ഒരു കാര്യമാണ്, നമ്മൾ എത്ര പ്രശ്നത്തിലായാലും എന്താണെങ്കിലും അതിൻ്റെ പ്രശ്നം നമ്മൾ തന്നെ അതിൻ്റെ പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ടാവുമെന്ന് മനസ്സിലായി. സോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരോട് പറഞ്ഞ് അങ്ങനെ ആവണം ഇതൊന്നുമല്ല, എനിക്ക് മനസ്സിലായ കാര്യം ഷെയർ ചെയ്യുമായിരുന്നു. അതെ, പ്രശ്നങ്ങളുണ്ടായാൽ അത് കഴിവതും നമ്മൾ തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.